ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടരങ്ങിൻ്റെ 3ാം വാർഷിക പരിപാടികളെല്ലാം ഉണ്ടായിരുന്നത്. നമ്മുടെ വക തിരുവാതിരയും ഗുജറാത്തി ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ പരിപാടി തിരുവാതിര ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് റെഡിയായി മലയാളം അംഗന്മാരായിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ നമ്മുടെ വിശിഷ്ടാതിഥികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയും അതുപോലെ ബാലതാരം തേജസ്സുമായിരുന്നു നമ്മുടെ അതിഥികൾ. അവരെ സ്വീകരിച്ച് അവരുടെ കൂടെയുള്ള ഘോഷയാത്രയിലാണ് ഞങ്ങൾ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയത് കേട്ടോ. എൻ്റെ കൂടെ കോഴിക്കോട് നേട്ടനും അതുപോലെ നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാത്തൂനാണ് വരാറ് കൂടെ. ഞങ്ങൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ കളിക്കൂട്ടുകാരിനെ കണ്ടത്. പ്രായം കൊണ്ട് എൻ്റെ ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. അവൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി നാട്ടിലുണ്ടെങ്കിലൊക്കെയാണ് വരാറുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഈ നാട്ടരങ്ങിൻ്റെ പരിപാടിയിൽ അവളുടെ അച്ഛൻ്റെ, അതായത് സുരേട്ടൻ്റെ വക ഒരു ഒപ്പനയും നാടകമൊക്കെ ഉണ്ട് അവരുടെ കുറച്ച് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതൊക്കെ കാണാനും കൂടിയിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അങ്ങനെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചിരുത്തി ഇനി അടുത്ത ആദ്യ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ തിരുവാതിരയാണ്. നമ്മുടെ സ്റ്റേജിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മാറാനും മേക്കപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ ഞങ്ങളുടെ തിരുവാതിരയുടെ എൻട്രിയും അവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ഞങ്ങളെ വരിവരിയായി നിർത്തി. ഞങ്ങളാണെങ്കിൽ നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് നല്ല മലയാളം അംഗന്മാരായിട്ട് ഞങ്ങൾ നടന്നു വന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പാടത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു സ്റ്റേജൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പാടത്തായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് തിരുവാതിരയൊക്കെ നല്ല വട്ടത്തിൽ നിന്ന് കളിക്കാൻ നല്ല സൗകര്യമായിരുന്നു കേട്ടോ. പിന്നെ തിരുവാതിര കളിക്ക് മുമ്പ്, അതായത് തിരുവാതിര കളിക്കാരവിടെ സെറ്റായിട്ട് വേണം വിശിഷ്ടാതിഥി വന്ന് വിളക്കൊളുത്തുന്ന ചടങ്ങ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന് സെറ്റായി. പിന്നെ വിശിഷ്ടാതിഥി വന്ന് തിരുവാതിരക്ക് തിരികൊളുത്തുവാൻ വേണ്ടി വൈക്കം വിജയലക്ഷ്മി നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് തിരുവാതിര കണ്ടാലോ? അന്ന് പ്രോഗ്രാമിൻ്റെ അന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് തിരുവാതിര കളിക്കുന്നത്. എല്ലാവരും വീഡിയോ നോക്കിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നത്. പ്രാക്ടീസിന് അവിടെ വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും കൂടി വരാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ അന്നാണ് എല്ലാവരും കൂടി കളിച്ചത്. പിന്നെ നമ്മൾ തിരുവാതിര കളിച്ചവർക്ക് എല്ലാവർക്കും വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് നിന്ന് സമ്മാനം മേടിക്കാൻ പറ്റിയിട്ട് വലിയൊരു സന്തോഷമുള്ള കാര്യം. ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ ഗുജറാത്തി ഡാൻസ് ഉണ്ടായിരുന്നു. ഗുജറാത്തി ഡാൻസിനാണ് ഞങ്ങൾ അമ്മമാരും മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മക്കളേക്കാൾ താല്പര്യമായിരുന്നു അമ്മമാർക്ക് ഡാൻസ് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അതിന് പങ്കെടുക്കണമെന്ന് അവർക്കായിരുന്നു വലിയ താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭംഗിയായി നല്ല അടിപൊളിയായി ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.